Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ ചാപ്റ്റർ 4ൻ്റെ 7ാമത്തെ പാർട്ടാണിത്. നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റിപ്പോർട്ടിംഗ് ടു ക്ലയൻറ്റ് ഓൺ ഇൻറ്റേർണൽ കൺട്രോൾ വീക്ക്നെസ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ വീക്ക്നെസ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്താണ്, ഒരു ഓഡിറ്റർ അസസ്മെൻറ്റ് നടത്തിയിട്ട് അത് ക്ലയൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, റിപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. During an audit, weakness in the internal control system may be identified. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓഡിറ്റിൻ്റെ സമയത്ത് നമ്മളൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അസസ് ചെയ്യും, അതിൻ്റെ വീക്ക്നെസ് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യും ഓരോ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യനിയർ ആയിക്കോട്ടെ, അതേമാതിരി തന്നെ എന്താ പറയുക ഫ്ലോ ചാർട്ട് ആയിക്കോട്ടെ, ചെക്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കും. ദീസ് വീക്ക്നെസ് ക്യാൻ ലീഡ് ടു എറേഴ്സ് ആൻഡ് ഫ്രോഡ്. അപ്പോൾ ഈ വീക്ക്നെസ് എന്താണ്, എററോ അല്ലെങ്കിൽ ഫ്രോഡോ ഉണ്ടാവാൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എററോ ഫ്രോഡോ ഉണ്ടാവാൻ ഇത് കാരണമാകും. ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രഷറായിട്ടോ ഒക്കെ ഇതൊരു എന്താണ്, ഈ ഒരു വീക്ക്നെസ് ഒരു ഫ്രോഡോ എററോ ആവാൻ കാരണമാകും. കോൺസിക്വൻസസ് ഓഫ് നോട്ട് അനലൈസിങ് ട്രേഡ് റിസീവബിൾസ്. അപ്പോൾ ട്രേഡ് റിസീവബിൾസ് അനലൈസ് ചെയ്തിട്ടില്ലെങ്കിലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അനലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ ഉള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇഫ് എ മന്ത്ലി ഏജ് വൈസ് അനാലിസിസ് ഓഫ് ട്രേഡ് റിസീവബിൾസ് ഇസ് നോട്ട് കണ്ടക്റ്റഡ്, ഇറ്റ് മേ റിസൾട്ട് ഇൻ ഇൻസഫിഷ്യൻറ്റ് ബാഡ് ഡെറ്റ്സ് പ്രൊവിഷൻസ് ഫോർ ദ ഫിസ്ക്കൽ ഇയർ. അപ്പോൾ ട്രേഡ് റിസീവബിൾസ് എന്താണ്, നമ്മൾ മന്ത്ലി ആയിട്ട് അതിൻ്റെ ഒരു ഏജ് വൈസ് അനാലിസിസ് നമ്മൾ മന്ത്ലി നടത്തിയിട്ടില്ലെങ്കിൽ അതെന്താണ്, അത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബാഡ് ഡെറ്റ് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെന്താണ് പ്രോപ്പറായ രീതിയിലുള്ളൊരു ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഫോർ ദ ഫിസിക്കൽ ഇയർ എന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിങ് പീരീഡ് ഒരു 12 months പീരീഡ്, അതൊരു കലണ്ടർ ഇയർ അല്ല. നമ്മളെന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇയറിനെ പറഞ്ഞ പേരാണ് ഫിസിക്കൽ ഇയർ. സോ ഒരു ഫിസിക്കൽ ഇയർ എന്താണ്, ഒരു ബാഡ് ഡെറ്റ് പ്രൊവിഷൻ നമുക്ക് പ്രോപ്പറായ രീതിയിൽ എന്താണ് കണ്ടക്ട് ചെയ്യാൻ, അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എപ്പോൾ ഒരു ഏജ് വൈസ് മന്ത്ലി ഏജ് വൈസ് അനാലിസിസ് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ഒരു ട്രേഡ് റിസീവബിളിന്. കമ്മ്യൂണിക്കേഷൻ ഓഫ് വീക്ക്നെസ്സസ്. Auditor must inform management or the audit committee about material weakness promptly, preferably in writing through a management letter. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഇൻഫോം ചെയ്യണം. അതാണ് ഓഡിറ്റർ ചെയ്യേണ്ട കാര്യം. ആർക്കൊക്കെയാണ് ഇൻഫോം ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റിനും ഓഡിറ്റ് കമ്മിറ്റിക്കുമാണ് ഓഡിറ്റർ ഇൻഫോം ചെയ്യേണ്ടത്. എന്തിനെക്കുറിച്ചിട്ട്, മെറ്റീരിയൽ വീക്ക്നെസ്സിനെ കുറിച്ചിട്ട്, അതും പ്രോംപ്റ്റ്ലി കറക്റ്റായ രീതിയിൽ തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആർക്ക്, മാനേജ്മെൻറ്റിനും അതേമാതിരി തന്നെ ഓഡിറ്റ് കമ്മിറ്റിക്കും. ശരിക്കും പ്രിഫറബിളി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റൈറ്റ് നമ്മൾ എന്താണ് ഒരു മാനേജ്മെൻറ്റ് ലെറ്ററിൽ എഴുതി വേണം. എന്ന് വെച്ചാൽ നമ്മൾ ഓറലി അല്ലാതെ നമ്മൾ വാക്കാൽ പറയലല്ലാതെ നമ്മൾ എഴുതി ഒരു മാനേജ്മെൻറ്റ് ലെറ്ററിൽ എഴുതി വേണം ഈ ഒരു കാര്യം, ഈ ഒരു മെറ്റീരിയൽ വീക്ക്നെസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാനേജ്മെൻറ്റ് ലെറ്ററിൽ ദിസ് ലെറ്റർ ഷുഡ് ലിസ്റ്റ് വീക്ക്നെസ്സസ് ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്. വീക്ക്നെസ്സും അതേമാതിരി തന്നെ അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ സജഷൻസും ആ ഒരു ലെറ്ററിൽ ലിസ്റ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ക്ലാരിഫൈ ദാറ്റ് ദ ഓഡിറ്റർ ഈസ് റിപ്പോർട്ടിംഗ് വീക്ക്നെസ് ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് ദ ഓഡിറ്റ്, നോട്ട് അസസിങ് ദ ഓവറോൾ ആഡിക്വസി ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ നമ്മൾ എന്തും കൂടി അതിൽ ക്ലാരിഫൈ ചെയ്യണം. ഈ ഒരു മാനേജ്മെൻറ്റ് ലെറ്ററിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വീക്ക്നെസ് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ ഓവറോൾ ഇൻറ്റേർണൽ കൺട്രോൾ അസസ് ചെയ്തിട്ട് നമ്മളെന്താണ് അതിനെക്കുറിച്ച് കുറ്റമല്ല പറയുന്നത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുള്ള വീക്ക്നെസ്സുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ദ ലെറ്റർ സെർവ്സ് ആസ് എ റെഫറൻസ് ഫോർ മാനേജ്മെൻറ്റ് ടു റിവൈസ് ദ സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്താണ്, അതിന് വീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് എന്താണ് റെക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് നമ്മൾ പറയുകയാണ്. അതിൻ്റെ ഒരു റെഫറൻസ് മാതിരിയാണ് നമ്മൾ ഈ ലെറ്റർ അവർക്ക് എന്താണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് മേ ഹെൽപ്പ് മിനിമൈസ് ലീഗൽ ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡ് ഓർ ലോസ്. അപ്പോൾ ഫ്രോഡിൻ്റെയോ അല്ലെങ്കിൽ ലോസിൻ്റെയോ സിറ്റുവേഷനിൽ എന്താണ്, അപ്പോൾ ഓഡിറ്റർ ആദ്യമേ ഒരു മാനേജ്മെൻറ്റ് ലെറ്റർ മാനേജ്മെൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് കൊടുത്തു, എന്ത് ഇൻറ്റേർണൽ കൺട്രോളിന് ഇങ്ങനത്തെ വീക്ക്നെസ്സുകളുണ്ട് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഒരു ഫ്രോഡോ അല്ലെങ്കിൽ ലോസോ വരികയാണെങ്കിൽ നമുക്കൊരു ലീഗൽ ലയബിലിറ്റി എന്താണ് അതവിടെ കുറയും. കാരണം നമ്മളുടെ ഡ്യൂട്ടി പ്രോപ്പർലി ചെയ്തിട്ടുണ്ട് അവിടെ. സോ ഇങ്ങനെ വേണം നമ്മൾ വീക്ക്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമ്മളെന്താണ് വീക്ക്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്രോംപ്റ്റായിട്ട്. അതെങ്ങനെ വേണം, ഒരു മാനേജ്മെൻറ്റ് ലെറ്റർ വഴിയാണ് ചെയ്യുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു മാനേജ്മെൻറ്റ് ലെറ്ററിൽ എന്തൊക്കെ വേണം, നമ്മൾ ആ വീക്ക്നെസ്സും അതേമാതിരി തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷനും വേണം. അതേമാതിരി തന്നെ നമ്മൾ എന്തും കൂടി അതിൽ ക്ലാരിഫൈ ചെയ്യണം. നമ്മളാകെ വീക്ക്നെസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വീക്ക്നെസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ ഓവറോൾ ഇൻറ്റേർണൽ കൺട്രോളിനെ അസസ് ചെയ്തിട്ടല്ല നമ്മൾ ആ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെറ്റർ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിന് ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി തന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തും കൂടി ഉണ്ട്, ഒരു ലീഗൽ ലയബിലിറ്റി മിനിമൈസ് ചെയ്യും. കാരണം ഒരു ഫ്യൂച്ചറിൽ ഒരു ഫ്രോഡോ ലോസോ വന്നാൽ. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. Writing to management about weakness does not exempt the auditor from reporting on account shortcoming if not addressed satisfactorily. ഇപ്പോൾ ഇവിടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്, അതൊരിക്കലും കുറയുന്നില്ല, അത് എക്സെപ്റ്റ് അല്ല. നമ്മളൊരു മാനേജ്മെൻറ്റ് ലെറ്റർ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വീക്ക്നെസ്സിൻ്റെ കുറിച്ചുള്ളൊരു ആ വീക്ക്നെസ് റിലേറ്റഡ് ആയുള്ള മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി അവിടെ കുറയുന്നില്ല, എക്സെപ്റ്റ് ആവുന്നില്ല. എപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ ആ ഒരു വീക്ക്നെസ്, ആ ഒരു അക്കൗണ്ട് ഷോർട്ട് കമ്മിങ് എന്താണ്, അവർ മാനേജ്മെൻറ്റ് നമ്മൾ ആ ഒരു ലെറ്റർ കൊടുത്തു, മാനേജ്മെൻറ്റ് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ഷോർട്ട് കമ്മിങ് അവർ അഡ്രസ്സ് ചെയ്തില്ല, അവരത് റെക്ടിഫൈയോ റിവൈസോ ചെയ്തില്ല. അപ്പോഴും നമുക്ക് എന്തുണ്ട്, നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം, ആ വീക്ക്നെസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സോ റൈറ്റിംഗ് ടു മാനേജ്മെൻറ്റ് അബൌട്ട് വീക്ക്നെസ് ഡസ് നോട്ട് എക്സെപ്റ്റ് ദ ഓഡിറ്റർ ഫ്രം റിപ്പോർട്ടിംഗ്. അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഓഡിറ്റർ എക്സെപ്റ്റഡ് ആവില്ല. എപ്പോൾ എന്ന് വെച്ചാൽ ഓൺ അക്കൗണ്ട് ഷോർട്ട് കമ്മിങ് ഇഫ് നോട്ട് അഡ്രസ്ഡ് സാറ്റിസ്ഫാക്ടറിലി. ഓക്കെ, legal precedents. The practice of issuing letter of weakness can protect auditor from liability in fraud cases. അപ്പോൾ ഫ്രോഡ് കേസസ് വരികയാണെങ്കിൽ എന്താണ്, നമ്മളൊരു ലെറ്റർ ഓഫ് വീക്ക്നെസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഓഡിറ്ററിനെ ഈ ലെറ്റർ ഓഫ് വീക്ക്നെസ്സിൻ്റെ ആ ഒരു ലെറ്റർ എന്താണ് ഓഡിറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്. In one case, an auditor was exempted from negligence charges after informing the client about weaknesses and suggesting ഇംപ്രൂവ്മെൻറ്റ്സ് ദാറ്റ് വർ ഇഗ്നോർഡ്. അപ്പോൾ ഓഡിറ്റർ ഒരു കേസിൽ എന്താണ്, ഓഡിറ്റർ ഈ ഒരു വീക്ക്നെസ്സിനെ കുറിച്ചിട്ട് എന്താണ് ക്ലയൻറ്റിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പക്ഷേ ക്ലയൻറ്റ് എന്താണ് അത് ഇഗ്നോർ ചെയ്തു. സോ ആ ഒരു കേസിൽ, ആ ഒരു ഫ്രോഡ് കേസിൽ എന്താണ് ഓഡിറ്റർ വാസ് എക്സംപ്റ്റഡ് ഫ്രം നെഗ്ലിജൻസ്. ICA standards on internal control communication. അപ്പോൾ ICA standard, the ICA has issued SA 265 which outlines the auditor's responsibility to communicate identified deficiencies in the internal control. അപ്പോൾ ICA ഇഷ്യൂ ചെയ്ത SA 265. സോ SA 265ൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഡെഫിഷ്യൻസീസ് ഇൻ ഇൻറ്റേർണൽ കൺട്രോൾസ് ടു ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഡെഫിഷ്യൻസി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ICA ഇഷ്യൂ ചെയ്ത സ്റ്റാൻഡേർഡാണ് SA 265. ദിസ് ഡസ് നോട്ട് ഇമ്പോസ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് ബിയോണ്ട് SA 315 ആൻഡ് SA 330. അപ്പോൾ SA 315ഉം SA 330 പറയുന്ന റെസ്പോൺസിബിലിറ്റിനെക്കാട്ടും കൂടുതൽ ഒന്നും ഈ SA 265 എന്ത് ചെയ്യുന്നില്ല, ഇമ്പോസ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്തിനാണ് ഈ വീക്ക്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ദ ഓഡിറ്റർ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഡെഫിഷ്യൻസീസ് ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ ടു ഗവർണൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ബേസ്ഡ് ഓൺ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ബേസിലായിരിക്കണം ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ഡെഫിഷ്യൻസീൻ്റെ സിഗ്നിഫിക്കൻസ് ഓഡിറ്റർ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ഡെഫിഷ്യൻസി ഓഡിറ്റർ മാനേജ്മെൻറ്റ് അടുത്തും അതേപോലെ തന്നെ TCWG അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ദ ഓഡിറ്റർ ഐഡൻറ്റിഫൈസ് ഡെഫിഷ്യൻസീസ് ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ.
They determine if there are significant deficiencies based on the audit work, and significant deficiencies should be communicated in writing to the governance promptly. അപ്പോൾ ഓഡിറ്റർ ഫസ്റ്റ് എന്ത് ചെയ്യും? ഓഡിറ്റർ ഫസ്റ്റ് ഇൻറ്റേർണൽ കൺട്രോളിലെ ഡെഫിഷ്യൻസീസ് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് ഓഡിറ്റർ ഫസ്റ്റ് ചെയ്യുക. എന്ത് നമ്മളെ റിസ്ക് അസസ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ എൻവിറോൺമെൻറ്റും അതേമാറ്റം റിസ്ക് അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻറ്റേർണൽ കൺട്രോളിലെ വീക്ക്നെസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനുശേഷം ഓഡിറ്റർ എന്ത് ചെയ്യും? ഓഡിറ്റർ ഈ ഒരു വീക്ക്നെസ്സിൻ്റെ ഈ ഒരു ഡെഫിഷ്യൻസിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഡിറ്റർ എന്ത് ചെയ്യും? ഡിറ്റർമൈൻ ചെയ്യും. എത്രമാത്രം ഇത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്യും. അതിനുശേഷം സിഗ്നിഫിക്കൻറ്റ് ഡെഫിഷ്യൻസീസ് നമ്മൾ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയി കണ്ട ഡെഫിഷ്യൻസീസ് എന്ത് ചെയ്യും? ഓഡിറ്റർ ഷുഡ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ റൈറ്റിംഗ് ടു ഗവർണൻസ് പ്രോംപ്റ്റ്ലി. അപ്പോൾ TCWG നമ്മൾ എന്ത് ചെയ്യും? അത് പ്രോംപ്റ്റ് ആയ രീതിയിൽ റൈറ്റ് ചെയ്യും. മാനേജ്മെൻറ്റ് ലെറ്ററിൽ നമ്മൾ റൈറ്റ് ചെയ്യും. ലെറ്റർ ഓഫ് വീക്ക്നെസ്സിൽ നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുത്താൽ ഓഡിറ്റർ എന്താണ്? ലീഗൽ ചാർജസിൽ ഓഡിറ്റർ സേഫ് ആവും. ഇനി ഫ്യൂച്ചറിൽ ഒരു ഫ്രോഡോ അല്ലെങ്കിൽ ലോസോ വരികയാണെങ്കിൽ. Management communication. The auditor must also inform management of significant deficiencies in writing unless inappropriate. അപ്പോൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? മാനേജ്മെൻ്റ് അടുത്ത് ഇൻഫോം ചെയ്യണം. എന്ത്? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ് ഇൻ റൈറ്റിംഗ് എഴുതിയിട്ട് വേണം ഇതാക്കാൻ. അൺലെസ് ഇൻഅപ്രോപ്രിയേറ്റ്, അത് ഈ അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ എന്ത് വേണ്ട, നമുക്കത് സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് അത് നമുക്ക് തോന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കമ്മ്യൂണിക്കേറ്റ് ആവശ്യമില്ല. അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെൻ്റ് അടുത്ത് ഇൻഫോം ചെയ്യണം. അഡീഷണലി ദേ ഷുഡ് റിപ്പോർട്ട് അതർ സിഗ്നിഫിക്കൻ്റ് ഡെഫിഷ്യൻസീസ് ദാറ്റ് വർ നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ അതേഴ്സ്. അതേഴ്സ് മീൻസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ TCWG ഓഡിറ്ററിനോട് ആദ്യം പറഞ്ഞിട്ടില്ല. നമ്മളെന്താണ്? നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ TCWG അല്ലെങ്കിൽ എന്താണ് TCWG ഇത് മാനേജ്മെൻറ്റ് ഇവരെന്താണ്? നമ്മളിവരോട് എന്താണ് ഇൻക്വയറി ഒക്കെ നടത്തി നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് എങ്ങനെയാണ് ഈ ഇൻറ്റേർണൽ കൺട്രോൾ ഉള്ളത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച്. പക്ഷേ ചില ഡെഫിഷ്യൻസീസ് ഇവർ പറഞ്ഞില്ല. അത് മേജറായുള്ള ഡെഫിഷ്യൻസീസാണ്, അത് ഇവർ പറഞ്ഞില്ല. അത് ഓഡിറ്റർ തന്നെ എന്താണ് സ്വന്തം മനസ്സിലാക്കി. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. അത് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻക്ലൂഡ് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എഫക്റ്റ് ഓഫ് ഡെഫിഷ്യൻസി. അപ്പോൾ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസീസിൻ്റെ പൊട്ടൻഷ്യൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലനേഷനും എന്താണ് റിപ്പോർട്ട് ചെയ്യണം. ദെൻ പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇഷ്യൂ. ആ ഇഷ്യൂ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്ടായ ഒരു സാഹചര്യം അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. ദെൻ ക്ലാരിഫൈ ദാറ്റ് ദ ഓഡിറ്റ് വാസ് ഫോർ എക്സ്പ്രസിങ് എൻ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഓൺ ഇൻറ്റേർണൽ കൺട്രോൾ എഫക്റ്റീവ്. അപ്പോൾ നമ്മൾ എന്തും കൂടി ക്ലാരിഫൈ ചെയ്യണം. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ വീക്ക്നെസ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റിഗേഷന് പോയതല്ല. നമ്മളെന്താണ്? നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കാൻ പോയതാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ടിൽ ക്ലാരിഫൈ ചെയ്യണം. റിപ്പോർട്ടഡ് ഡെഫിഷ്യൻസീസ് ആർ ലിമിറ്റഡ് ടു ദോസ് ഐഡൻറ്റിഫൈഡ് ഡ്യൂറിങ് ദ ഓഡിറ്റ്. അപ്പോൾ നമ്മളെന്താണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള അതേമാതിരി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡെഫിഷ്യൻസീസ് എന്താണ്? ആ ഒരു ഓഡിറ്റ് പീരീഡിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്ന ഡെഫിഷ്യൻസീസ് ആണ്. അല്ലാതെ നമ്മൾ ടോട്ടലായിട്ട് ആ ഒരു ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒരു അസസ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടില്ല. ഓക്കെ, responses to assessed risk. Based on identified risk, the auditor develops responses in accordance with SA 330, which focus on addressing the risk of material misstatement. അപ്പോൾ എന്താണ്? നമ്മളൊരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. അതിൻ്റെ ബേസിൽ ഓഡിറ്റർ എന്ത് ചെയ്യും? റെസ്പോൺസുകൾ ഓഡിറ്റർ ഡെവലപ്പ് ചെയ്യും. അതിനെങ്ങനെയാണ് നമ്മൾ റെസ്പോൺസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓഡിറ്റർ ഡെവലപ്പ് ചെയ്യും. ഏത് പ്രകാരം? SA 330 പ്രകാരം. വിച്ച് ഫോക്കസ് ഓൺ അഡ്രസ്സിങ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അതെന്താണ്? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യാനാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. The auditor designs overall response to assessed risk at the financial statement level, and they perform further audit procedures responsive to the assessed risk at the accession level. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലും അസഷൻ ലെവലിനും വേണ്ടിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യും? ഓഡിറ്റർ റെസ്പോൺസസ് എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. ഓക്കെ, Designing audit procedures. When designing procedures, the auditor consider risk assessment reasons, including inherent and control risk. അപ്പോൾ നമ്മളൊരു ഒരു പ്രൊസീജിയർ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിന് റെസ്പോൺസ് ആയിട്ടൊരു പ്രൊസീജിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? നമ്മൾ ഈ റിസ്കിനുണ്ടായ കാരണം എന്താണ്? ഒന്നുകിൽ നമ്മൾ ഇൻഹറൻറ്റ് റിസ്ക് ആയിട്ട് വന്നതാണോ അല്ലെങ്കിൽ കൺട്രോൾ റിസ്ക് ആണോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം?
ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഈ ഇൻഹറൻറ്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്ത് വരിക, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വരിക. ദേ മസ്റ്റ് ഒബ്റ്റെയിൻ പെർസ്വേസീവ് ഓഡിറ്റ് എവിഡൻസ് ബേസ്ഡ് ഓൺ ദ റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റ് എന്താണ്, ഒരു പെർസ്വേസീവ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് എന്താണ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്യണം ബേസ്ഡ് ഓൺ റിസ്ക് നമ്മൾ ചെയ്തില്ല റിസ്ക് അസസ്മെൻറ്റ് ബേസിൽ ഓഡിറ്റർ എന്താണ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. The auditor designs test of controls to gather evidence on control effectiveness when expected. അപ്പോൾ എന്താണ് ഓഡിറ്റർ എന്ത് ചെയ്യണം, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺ കൺട്രോൾ എഫക്റ്റീവ്നെസ് വെൻ എക്സ്പെക്റ്റഡ്. ആൻഡ് ഇഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് അലോൺ ആർ ഇൻസഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മളൊരു എന്താണ് ഒരു ഐറ്റം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു വൗച്ചറോ വെരിഫൈ ചെയ്താൽ മാത്രം അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ഇവിടെ പറഞ്ഞത്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് അലോൺ ആർ ഇൻസഫിഷ്യൻറ്റ്. അങ്ങനെയാണെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് ഓൾസോ പെർഫോം ദം ഫോർ ഈച്ച് മെറ്റീരിയൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ, അക്കൗണ്ട് ബാലൻസ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നമ്മൾ എല്ലാ അക്കൗണ്ട് ബാലൻസിനും ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനും അതേമാതിരി തന്നെ ഡിസ്ക്ലോഷേഴ്സിനും നമ്മൾ പെർഫോം ചെയ്യണം, ഓഡിറ്റർ പെർഫോം ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ വേണം ഓഡിറ്റർ എന്താണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് റിസ്ക് മനസ്സിലാക്കും, അത് ഇൻഹറൻ്റ് ആണോ കൺട്രോൾ ആണോ എന്നുള്ള കാര്യം നോക്കും. അതിനുശേഷം നമ്മൾ പെർസ്വേസീവ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യും ആഫ്റ്റർ ബേസ്ഡ് ഓൺ ദ റിസ്ക് അസസ്മെൻറ്റ്. ദെൻ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ ഡിസൈൻ ചെയ്യും ഓഡിറ്റർ. അതാണ് ഫസ്റ്റത്തെ ഓഡിറ്റ് പ്രൊസീജിയർ വരുന്നത്. അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ കൺട്രോൾ എഫക്റ്റീവ്നെസ്. അതിനുശേഷം എന്താണ് നമ്മൾ നോക്കുകയാണ്. പിന്നെ നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ അലോൺ അത് ഒറ്റയ്ക്ക് എന്ത് പറ്റുന്നില്ല, അത് സഫീഷ്യൻ്റ് അല്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എല്ലാ മെറ്റീരിയൽ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനും അക്കൗണ്ട് ബാലൻസിനും ഡിസ്ക്ലോഷേഴ്സിനും നമ്മൾ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കിയത് റിപ്പോർട്ടിംഗ് ടു ക്ലയൻറ്റ് ഓൺ ഇൻറ്റേർണൽ കൺട്രോൾ വീക്ക്നെസ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ ക്ലയൻറ്റ് അടുത്ത് നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക, അതാണ് നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.